നമസ്കാരം. ആം ആദ്മി പാർട്ടി പിളർപ്പിൻ്റെ പാതയിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടിക്ക് ചിലപ്പോൾ നീക്കമുണ്ടായേക്കാം. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ അഴിമതി കേസിൽ ജയിലിൽ പോയതും സ്വാതി മാലിവാൾ എംപിയെ കെജ്രിവാളിൻ്റെ വീട്ടിലിട്ട് മർദ്ദിച്ചതും ഈ ആം ആദ്മി പാർട്ടിയിലെ ഭിന്നതകൾ രൂക്ഷമാക്കി എന്നാണ് അറിയപ്പെടുന്നത്. അഴിമതി വിരുദ്ധതയും സ്ത്രീ സുരക്ഷയും പറഞ്ഞ് അധികാരത്തിലെത്തിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. 10 വർഷം കൊണ്ട് അത് ഏറെ മോശം സ്ഥിതിയിലാണ് എന്ന് കെജ്രിവാളിൻ്റെ നേതൃത്വം തെറ്റായ പാതയിലാണെന്നുമൊക്കെയാണ് ആപ്പിലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്. കെജ്രിവാളിന് സ്വാധീനമില്ലാത്ത പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ സജീവമായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അധികാരം അരവിന്ദ് കെജ്രിവാളിനെ തികഞ്ഞ സ്വേച്ഛാധിപതിയാക്കി കഴിഞ്ഞതായി ആം ആദ്മി പാർട്ടിയിലെ അതൃപ്തർ കുറ്റപ്പെടുത്തുന്നു. പദവികൾ ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകുവാനുള്ള കെജ്രിവാളിൻ്റെ ശ്രമമാണ് സ്വാതിയെ മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചത് എന്നും കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന മനു അഭിഷേക് സിംഗ്വിക്ക് വേണ്ടി സ്വാതിയോട് രാജ്യസഭാംഗത്വം രാജിവെക്കുവാൻ കെജ്രിവാൾ നിർദ്ദേശിക്കുകയായിരുന്നു എന്നുമാണ് പുതിയ വിവരം. ഇതിന് സ്വാതി തയ്യാറാവാതെ വന്നതോടെ കെജ്രിവാളിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്വാതിയെ തല്ലുകയായിരുന്നു. പലവട്ടം അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്ത വൈഭവ് കുമാറിനെ ആം ആദ്മി പാർട്ടി നേതൃത്വം സംരക്ഷിക്കുകയാണ്. സ്വാതിയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന തരത്തിൽ പ്രചാരണം നടത്തുക കൂടി ചെയ്തതോടെ ആപ്പിനുള്ളിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അതൃപ്തി രൂക്ഷമാവുകയാണ്. സ്വാതിയുടെ സ്ഥലത്തെ ആം ആദ്മി പാർട്ടി ഘടകങ്ങൾ രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞുപോയതും ഇതിൻ്റെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കിടന്നപ്പോൾ സ്വാതി മാലിവാളും രാഘവ് ചദ്ദയും അടക്കമുള്ള എംപിമാർ സമരത്തിനിറങ്ങിയില്ല എന്നതാണ് കെജ്രിവാളിനെ രോഷാകുലാക്കിയത്. അഴിമതി കേസിൽ കെജ്രിവാൾ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാത്തവരെ പാർട്ടിയിൽ നിന്ന് തന്നെ വെട്ടിനിരത്തുവാനുള്ള തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി കെജ്രിവാൾ. എന്നാൽ 1.5 വർഷമായി ജയിലിൽ കഴിയുന്ന ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ സിസോദിയയ്ക്ക് വേണ്ടി കെജ്രിവാൾ യാതൊന്നും ചെയ്യുന്നില്ല എന്നതാണ് മറുവിഭാഗത്തിൻ്റെ പരാതി എന്ന് പറയപ്പെടുന്നത്. കാരണം അങ്ങനെ ഒരാൾ ഇപ്പോഴും ജയിലിലാണ്. ഡൽഹി മന്ത്രിമാരുള്ള ആദിഷിയും സൗരഭ് ഭരദ്വാജും മാത്രമാണ് നിലവിൽ കെജ്രിവാളിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത്. മറ്റു നേതാക്കളെല്ലാം തന്നെ പാർട്ടിയുടെ പോക്കിൽ അതൃപ്തരായി മാറി നിൽക്കുകയാണ്. കെജ്രിവാൾ ജയിലിൽ പോയപ്പോൾ ഭാര്യയായിട്ടുള്ള സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കുവാൻ ശ്രമിച്ചതാണ് പാർട്ടിക്കുള്ളിലെ ഭിന്നത അല്ലെങ്കിൽ പടലപ്പിണക്കം രൂക്ഷമാക്കിയത് എന്നുള്ളത്. ഇതോടെ രാജിവെക്കാതെ ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിയായി തുടരുക എന്ന തീരുമാനത്തിൽ കെജ്രിവാൾ എത്തുകയായിരുന്നു. ഡൽഹിയിലെ സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളിലും ഒപ്പം തന്നെ കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതികളുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടി രൂപീകരിച്ച് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ കഴിയുകയും പുറത്തു വന്നിട്ട് വനിതാ എംപിയെ മർദ്ദിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ആം ആദ്മി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ വലിയൊരു ചേരിതിരിവുണ്ടാകുന്നു. ഇപ്പോൾ സ്വാതിയെ തല്ലിയത് മാത്രമല്ല വിഷയം. ഇതിനു മുമ്പ് സഞ്ജയ് സിംഗ് പാർട്ടിയിലേക്ക് കടന്നു വന്നതും ജയിൽ മോചിതനായപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്ത് അന്ന് പറഞ്ഞിരുന്നു ആം ആദ്മി പാർട്ടി പിളർപ്പിലേക്ക് പോകുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിന് പിന്നിൽ BJP ആണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ ഒരു പിളർപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ആം ആദ്മി പാർട്ടി പിളരുകയാണെങ്കിൽ അത് ചിലപ്പോൾ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ പാർട്ടിക്ക് അത്രത്തോളം ഇങ്ങനെ പിളർന്നു പോകാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമല്ല ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടി രൂപീകൃതമായത് തന്നെ അഴിമതിക്കെതിരെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം. അത് പിന്നെ ആ സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റി അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ അധികാരം ലഭിച്ചതോടുകൂടി ഏകാധിപതികളായി മാറുന്ന കെജ്രിവാളിനെയും ഭഗവത് സിംഗ് മാനിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ പഞ്ചാബിലും ഈ ഡൽഹിയിലുമൊക്കെയുള്ള ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് വല്ലാതെ അധികാര കൊതിയിലേക്ക് അവരെ എത്തിച്ചു എന്നുള്ളതാണ്. പഴയ കോൺഗ്രസിൻ്റെ മുഖങ്ങളാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയപ്പെടുന്നത്. ആം ആദ്മി പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും ഭൂരിപക്ഷം അണികളും എന്ന് പറയപ്പെടുന്നത് പഴയ കോൺഗ്രസ്സുകാരാണ്. ചിലപ്പോൾ അഴിമതി തുടച്ചു നീക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഈ ആം ആദ്മി പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ആ അണികൾ വരും തിരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ ഈ തരത്തിലുള്ള പിളർപ്പ് ആം ആദ്മി പാർട്ടിയിൽ പിളർപ്പുണ്ടാവുകയോ അഴിമതിയിൽ വീണ്ടും ജയിലിലേക്ക് കെജ്രിവാൾ അടക്കമുള്ളവർ മടങ്ങുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളല്ല ഇനി ഉണ്ടാകാതിരിക്കാൻ പോകുന്നത്, ഇവരുടെ അണികളായിരിക്കും. ആ അണികൾ തിരികെ അവരുടെ മാതൃസംഘടനകളിലേക്ക് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആം ആദ്മി പാർട്ടി പിളർക്കുകയാണെങ്കിൽ ഈ ഇപ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടിയുടെ അണികളും
തിരികെ ഒന്നുകിൽ മാതൃസംഘടനകളിലേക്ക്, ചിലപ്പോൾ കോൺഗ്രസിലേക്കായിരിക്കാം, അതുപോലുള്ള സംഘടനകളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആം ആദ്മി പാർട്ടി എന്ന് പറയപ്പെടുന്ന പിളർപ്പ് കഴിയുമ്പോൾ പിന്നെ നയിക്കാൻ പോലും ആളില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറുകയും തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ ഒടുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി തീരുക തന്നെ ചെയ്യും.